എന്തായാലും തലസ്ഥാനത്ത് ഇപ്പോൾ സിദ്ധാർത്ഥാണ് താരം. പ്രധാനമന്ത്രിയുടെ ചിത്രം വരച്ച് നരേന്ദ്രമോദിക്ക് തന്നെ നേരിട്ട് സമ്മാനിച്ച സിദ്ധാർത്ഥിനെ ആരും മറന്നു കാണില്ല. പ്രധാന സേവകൻ്റെ കത്ത് കൊച്ചുമിടുക്കിന് ലഭിച്ചിരിക്കുകയാണ്. ഇന്നലെ പുത്തമ്പുരരിയിൽ നമ്മൾ അനിൽ നമ്പ്യാർക്കും അശ്വതിക്കും ഒപ്പം സിദ്ധാർത്ഥ അതിഥിയായിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ കുഞ്ഞാനുജൻ അല്പനേരം കുസൃതിയോടുകൂടി ഇവിടെ വന്നിരുന്നിരുന്നു. നമ്മുടെ അഞ്ജന കൃഷ്ണ ഈ കുടുംബത്തോടൊപ്പം അല്പം സമയം ചെലവഴിച്ചു. നമുക്ക് കാണാം ആ കൊച്ചുമിടുക്കിൻ്റെ വിശേഷങ്ങൾ. ഇന്ന് ജനം ടി വിക്ക് ഒരു കുറച്ചധികം സന്തോഷം കൂടുതലുള്ളൊരു ദിവസമാണ്. നമ്മുടെ കൂടെ ഇന്നൊരു കൊച്ചു മിടുക്കൻ, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമുക്കൊപ്പം ഉണ്ട്. വെറും സ്പെഷ്യൽ ഗസ്റ്റ് അല്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് മോദിജിയിൽ നിന്നാണ് ഒരു ചെറിയൊരു സമ്മാനം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആളെ ആരാണെന്ന് നമുക്കൊന്ന് അറിയണം. അപ്പം ആളെ ഒന്ന് കണ്ടാലോ. और कब से खड़ा है हाथ ऊपर करके, बेटे थक जाओगे, आप अपना चित्र मुझे दे दीजिए, पीछे अपना एड्रेस वगैरह लिख लीजिए, मैं आपको चिट्ठी लिखूंगा. എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നുമില്ല, ലെറ്റർ കിട്ടി. ആരുടെ ലെറ്റർ കിട്ടിയത്? മോദിജിയുടെ കയ്യിൽ നിന്ന്. അപ്പൊ എങ്ങനെയായിരുന്നു കിട്ടിയത്? അന്ന് മോദിജി വന്നു, അപ്പൊ മോൻ അതെടുത്ത് കാണിച്ചു, ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു. അതെങ്ങനെ, എത്ര ദിവസം മുമ്പ് വരച്ചു? നേരത്തെ മോദിജി വരുമെന്നോ ഒക്കെ എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അറിഞ്ഞേ? രാത്രിയാണ് വരച്ചത്. 10 o'clock കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഇങ്ങനെ വരയ്ക്കാം, കുഴപ്പമില്ലാന്ന്. അങ്ങനെ വരച്ചു. അപ്പം ഞാൻ 2 മണിക്കൂർ എടുത്തു. രാത്രി 12:45 ഒക്കെ ആയി കഴിഞ്ഞപ്പം. അങ്ങനെ ഞാൻ വരച്ചു കഴിഞ്ഞു. എന്നിട്ട് കൊണ്ടുപോയി കാണിച്ചു മോദിജീനെ. അപ്പൊ മോദിജി ആ കാണിച്ചൊരു സമയമുണ്ടല്ലോ, നിറച്ച ആൾക്കാര്, ബഹളം, അങ്ങനെ കൂടി നിന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇത് കാണിച്ചപ്പോ എന്ത് തോന്നി? സന്തോഷമായി. മോദിജി ഇത് കണ്ട് കൈ കിട്ടിയല്ലോ, മോദിജിയുടെ കയ്യിലോട്ട് ഇത് എത്തിയല്ലോ. എത്തിയ സമയത്ത് മോദിജി എന്താ പറഞ്ഞത്? അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് മോദിജി ഒരു കാര്യം പറയല്ലോ, എന്തായിരുന്നു പറഞ്ഞേ? മോദിജിക്ക് എടുത്ത് ലെറ്റർ, അഡ്രസ് ബാക്കി എഴുതിയിട്ട് ലെറ്റർ തന്നു. അങ്ങനെ ലെറ്റർ കിട്ടുമെന്ന് കരുതിയായിരുന്നോ? ഇല്ല, കരുതിയില്ല. കിട്ടി. ലെറ്റർ വായിച്ചു നോക്കിയോ? ഫുള്ള് വായിച്ചു നോക്കിയോ? എന്താ പറഞ്ഞേ ആ ലെറ്ററിൽ? നല്ല മോട്ടിവേഷൻ ആയിട്ടുള്ള. എന്താ മോദിജിയോട് പെട്ടെന്ന് ഇത്ര ഒരു സ്നേഹം തോന്നാൻ കാരണം? ചെറുപ്പം തൊട്ടേ ഇഷ്ടമാണോ? എന്താ കാര്യം? എന്താ മോദിജിയുടെ ലുക്കാണോ, സംസാരമാണോ, എന്താണ് ഇഷ്ടപ്പെടാൻ ഒരു കൂടുതലൊരു കാരണം? എന്നാലോചിച്ച് നോക്കി. പേഴ്സണാലിറ്റി. മോദിജിയെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെടാനുള്ളൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ കൊച്ചുമിടുക്കൻ പറഞ്ഞതുപോലെ തന്നെ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഈ കൊച്ചുമിടുക്കനെ മോദിജിയുടെ അരികിലേക്ക് എത്തിച്ച, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് വേണ്ട രീതിയിൽ സപ്പോർട്ട് നൽകുന്ന ഒരു ഫാമിലി, സ്വന്തം അച്ഛനും അമ്മയും അനുജനും കൂടെയുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആദ്യം അത് പറയട്ടെ. സുഖം. പിന്നെ ഒരു എന്താ പറയുക, പ്രൗഡ് മൂമെന്റ് ആണ്. ഇപ്പൊ മോൻ കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാൻ പറ്റുന്നതും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതൊക്കെ ജീവിതത്തിൽ എന്നും കിട്ടുന്ന കാര്യങ്ങളല്ലല്ലോ. അത് ഒരു പ്രൗഡ് മൂമെന്റ്, മോൻ കാരണം കിട്ടിയ ഒരു പ്രൗഡ് മൂമെന്റ് ആണ്. ഞാനും വരയ്ക്കാറുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് കുഞ്ഞിലെ നല്ല കാറുകൾ വരയ്ക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അവനൊരു 5 years ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ടിൻഡ് അക്കാഡമി എന്ന് പറയുന്ന അക്കാഡമിയിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് അവരുടെ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു 4th ലെവലിൽ നല്ലൊരു ഇതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ആ കഴിവ് അതിൽ കുറച്ചും കൂടി അവന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം എങ്ങനെ അമ്മ? വളരെ സന്തോഷം. പേര്? രേഷ്മ. എങ്ങനെയാണ് അമ്മയ്ക്ക് കലാപരമായ കഴിവുകൾ? എനിക്ക് കുഞ്ഞിലെ, അവൻ പറഞ്ഞ പോലെ കുഞ്ഞിലെ വരയ്ക്കുമായിരുന്നു, അല്ലാണ്ട് ഭയങ്കര കഴിവൊന്നുമില്ല. പക്ഷെ മോന് നല്ല കഴിവുണ്ട്, അതുകൊണ്ടാണ് അവിടെ അക്കാഡമി ചേർന്ന് വരയ്ക്കാൻ. അതെ, അവന് കാർസിനാ കൂടുതൽ ക്രൈസ്. അത് കുഞ്ഞിലെ തൊട്ടേ പല രീതിയിലുള്ള കാറിന്റെ ഇങ്ങനെ വരച്ചിരിക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ പിക്ചേഴ്സിലോട്ട് വന്നു. അങ്ങനെ ഇതിപ്പോൾ ചേട്ടൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞെങ്കിൽ ഞാനും വരാം. അപ്പോൾ ചേട്ടൻ ചോദിച്ചെങ്കിൽ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മോദിജിയുടെ പടം വരയ്ക്കാൻ. അങ്ങനെ അവൻ രാത്രി വരച്ചത്. അവൻ തന്നെയാണ് യൂട്യൂബിൽ നോക്കി ആ പടം സെലക്ട് ചെയ്തതും നോക്കി വരച്ചത്. അപ്പം അത് പക്ഷേ ഫസ്റ്റ് ടൈം ആയിട്ട് കൂടി കുറേ പെർഫെക്റ്റ് ആയി. എന്നുവെച്ചാൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നന്നായിട്ട് ചെയ്തു അവൻ. അതിനൊരു അവനൊരു റിസൾട്ട് കിട്ടി. എനിക്കൊന്ന് മോനെക്കാട്ടിലും വളരെയധികം മോദിജി ഫാനായ ഒരാളും കൂടെ ഉണ്ട്. അപ്പൊ ആളെ ഒന്ന് പരിചയപ്പെടാം. പേരെന്തുവാ? അവിടെ പേര്? സംസ്കൃത്. എന്നോട് പറഞ്ഞു. സംസ്കൃത്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
UKG. UKG. മോദിജിയെ കണ്ടിരുന്നോ? കാണാൻ പോയിരുന്നു ചേട്ടനൊപ്പം? ഇല്ല. പറ്റില്ല. ഇനിയും പോവോ? ഇനി ഇങ്ങനെ വന്നാ മോദിജി ഒന്നുകൂടെ വന്നാ കാണാൻ പോവോ? പോവും. നേരത്തെ കണ്ടിട്ടുണ്ടോ മോദിജിയെ? ശംഖുമുഖത്ത് വെച്ച് കാറി പോയോ? കണ്ടായിരുന്നോ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട മോദിജിയെ? മോൻ വരയ്ക്കും ഇതുപോലെ ചേട്ടൻ വരച്ച പോലെ വരയ്ക്കുമോ? അങ്ങനെ എന്തൊക്കെ വരച്ചിട്ടുണ്ട്? വരച്ചിട്ടുണ്ട്. മോദിജി ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ഭയങ്കര മോദിജി ഫാനാണെന്ന് പറഞ്ഞത്. എന്താ ഇഷ്ടപ്പെടാൻ കാരണം മോദിജിയെ ഇത്ര? അത് മോദിജി ഭയങ്കര പാവാണ്. മോദിജി ഭയങ്കര പാവാണ് കേട്ടോ. മോദിജി എനിക്ക് തോന്നുന്നു കുട്ടികളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വളരെ അധികമാണ്. പേര് മോൻ്റെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു പേരാണ്. സംസ്കൃത് എന്നാണ് പേര് അല്ലേ? സംസ്കൃത് എന്നാണ് പേര്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഒരു ഭാരതവുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സംസ്കൃതം പൈതൃകമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഒത്തിരി അധികം സന്തോഷം ഇങ്ങനൊരു കാര്യങ്ങൾ നമ്മളുടേതായ ചില മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന, അതിന് കുട്ടികളെ സഹായിക്കുന്ന അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെയധികം നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വന്നേ, ആളെ ഒന്ന് കാണട്ടെ. എന്താ പറയാനുള്ള? ഇനി ആരെ വരയ്ക്കാനാണ് കൂടുതൽ ആഗ്രഹമുള്ളത്? മോഹൻലാൽ. അപ്പം ചിലപ്പം ലാലേട്ടനും ഇതുപോലെ തന്നെ മോൻ വരച്ച ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ കൈകളിലെത്തി ഇതുപോലെ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു ലെറ്ററോ അല്ല അദ്ദേഹത്തെ നേരിട്ട് കാണാനോ ഒക്കെ സാധിക്കട്ടെ. വേറെ ആരെയൊക്കെ വരച്ചിട്ടുണ്ട്? വേറെ മമ്മൂട്ടി, മോഹൻലാൽ, അല്ലു അർജുൻ, രജനീകാന്ത്, ഒത്തിരി ആളുകളെ വരച്ചിട്ടുണ്ട്. സ്കൂളിൽ എങ്ങനെയുണ്ട് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ? അല്ലെങ്കിൽ ഇങ്ങനെ TV കണ്ടു കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു? സെലിബ്രിറ്റി ആയോ ഇപ്പോൾ? സെലിബ്രിറ്റി ആയി. എന്ത് പേരിൽ അവരിപ്പോൾ വിളിക്കുന്നത്? പഴയ പേര് തന്നെയാണോ അതോ മോദിജിയുടെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്തോ എന്തെങ്കിലുമൊക്കെ പേരോ വിളിക്കുന്നൊക്കെ ഉണ്ടോ? ചോട്ടാ ബച്ച എന്നാണ് ആളെ വിളിക്കുന്നത്. ഇപ്പൊ ചോട്ടാ ബച്ചല്ല, എനിക്കൊന്ന് ബെഡാ ബച്ചയാണ് അല്ലേ? പറഞ്ഞു വെച്ചതുപോലെ തന്നെയാണ് ചോട്ടാ ബച്ച എന്നാണ് കുട്ടിയെ സ്കൂളിൽ വിളിക്കുന്നതെന്നാണ് പറഞ്ഞത്. എനിക്കൊന്ന് ചോട്ടാ ബച്ചയല്ല, ഒരു ബെഡാ ബച്ചയായി ആള് മാറട്ടെ. കൂടുതൽ മേഖലകൾ, കൂടുതൽ കഴിവുകൾ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസവും കൂടെ അവർക്ക്, ആ കുടുംബത്തിന്, ആ കുട്ടിയെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ട പ്രോത്സാഹനം നൽകുന്ന അച്ഛനും അമ്മയ്ക്കും കൂടെ നമ്മൾ നന്ദി പറയുകയാണ്. വളരെയധികം സന്തോഷം. ക്യാമറാമാൻ അജിത് എല്ലാറിനോടൊപ്പം അഞ്ജന ജി, അശോക്, ജനം. മോദിജിയുടെ വാക്കുകൾ കടമെടുത്ത് തന്നെ സ്കൂളിൽ പേരായി കഴിഞ്ഞല്ലേ ചോട്ടാ ബച്ച? കുറച്ച് സമയം കൊണ്ട് എത്രമാത്രം നമ്മളെ ആ രണ്ട് കുഞ്ഞുങ്ങൾ സ്വാധീനിച്ചു. ഒരു ചിത്രം ഉയർത്തിക്കാട്ടിയതിൻ്റെ പിന്നാലെ സംഭവിച്ച കാര്യങ്ങളാണ്. അത് എത്ര മനോഹരമായിരിക്കും. അനിയൻ അതിനേക്കാൾ കിടിലോ, കാരണം ചേട്ടനേക്കാൾ മോദി ഫാനാണ്. അപ്പോൾ പേര് സംസ്കൃതം. എത്ര നന്നായി ആ കുട്ടി പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവൻ ചിത്രം വരയ്ക്കുന്നവനാണെങ്കിൽ അവനിൽ നിന്നും നമ്മൾ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കണം.